ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു തൈര് കറിയാണ് കേട്ടോ. വളരെ ഈസിയായി നമുക്കൊരു 2-3 മിനിറ്റ്സിനുള്ളിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന, വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാവുന്ന ഒരു തൈര് കറിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. കിഡു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഈസിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായ ഈ തൈര് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ നമ്മളെ തൈര് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ 2 ചെറിയ തക്കാളി ഇങ്ങനെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് കേട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ തക്കാളി ആണെങ്കിൽ 1-1.5 എണ്ണം എടുത്താൽ മതിയാവും. ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 3 പച്ചമുളക്. അപ്പോൾ ഈ പച്ചമുളക് എൻ്റെ കയ്യിൽ അത്ര എരിവില്ലതിന്, അത് കാരണം അത് മാത്രമല്ല വലുതുമായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ നടു കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നീളത്തിൽ സ്ലൈസ് ചെയ്തതാണ് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ തക്കാളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടാൽ മതി കേട്ടോ, കുറച്ച് മതി. ഉപ്പിട്ടതിന് ശേഷം ഒരല്പം വേപ്പില ഇട്ട് കൊടുക്കാം. അതൊരു 3-4 ഇല മതിയാവും. ഇനി നമ്മൾ വേറെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് ഇവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അടുത്ത പ്രൊസീജിയർ ചെയ്യാം കേട്ടോ. ഞാനപ്പോൾ അതിന് വേണ്ടി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടായപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 ഉണക്കമുളക് ഒന്ന് ഇട്ട് മൂപ്പിച്ചെടുക്കാം. ആ മുളക് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം 1 ടീസ്പൂണൊക്കെ മതിയാവും കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് പൊട്ടി വരുമ്പോൾ ഒരല്പം ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. ഉലുവ കുറച്ച് മതി, കാരണം നമ്മളൊരല്പം ഉലുവപ്പൊടിയും കൂടി ഇനി ചേർക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് ഒരു 1/4 ടീസ്പൂണും കുറവ് ഉലുവ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ആ ഉലുവയും കൂടി പൊട്ടി വരുമ്പോൾ ഒരു 2 പച്ചമുളകും കൂടെ വട്ടത്തിലരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഒരല്പം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത പച്ചമുളകും ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ, ഒരുപാട് മൂക്കൊന്നും വേണ്ട. അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒത്തിരി വലുതാണെങ്കിൽ പകുതി ഇട്ടാൽ മതിയോ കേട്ടോ. ഇത് ചെറുതായ കാരണം കൊണ്ടാണ് ഞാൻ 1 എണ്ണം ഇട്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ചെറിയ ഉള്ളി ഇടുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ സവോള ഇവിടെ ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം വേപ്പിലയും കൂടി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് മുറിച്ചിട്ട് കൊടുത്താൽ അതിൻ്റെ ആ ഒരു അരോമ നന്നായിട്ട് കിട്ടും ഇതിലേക്ക്. ഓക്കെ, അപ്പോൾ ഒന്ന് ഇതും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മളുടെ സവോള ഒന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് മതി, അത് ഒരുപാടങ്ങ് വഴന്ന് പോകുമൊന്നും വേണ്ട കേട്ടോ. ഈ സമയത്ത് ഒരല്പം മല്ലിയില ചേർത്ത് കൊടുക്കുക. സാധാരണ നമ്മളിങ്ങനെ തൈര് കറി ഉണ്ടാക്കുമ്പോൾ മല്ലിയില ഒന്നും ചേർക്കാറില്ല, പക്ഷേ ഇങ്ങനെ ഒരല്പം മല്ലിയില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം മല്ലിയിലയുടെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ചേർക്കണമെന്നില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരല്പം മല്ലിയില എടുത്ത് ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആ മല്ലിയിലിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരല്പം കൂടുതൽ നിങ്ങൾക്ക് നല്ലൊരു മഞ്ഞ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു 1/4 ടീസ്പൂണിന് താഴെയായിട്ടും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിനോടൊപ്പം നമുക്ക് ഒരല്പം ഉലുവപ്പൊടി കേട്ടോ, ഒരു 1/4 ടീസ്പൂണിലൊക്കെ താഴെ മതി. കാരണം നമ്മൾ നേരത്തെ മുഴുവൻ ഉലുവ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഈ പുളിയുള്ള കറികൾ ഉണ്ടാക്കുമ്പോൾ ഉലുവപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്ത് അതിനൊരു നല്ല ടേസ്റ്റ് കൊടുക്കും കേട്ടോ കറിക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഒരല്പം ഉലുവപ്പൊടിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് ഒരല്പം ജീരകത്തിൻ്റെ പൊടി, ക്യുമിൻ സീഡ് ഉണ്ടല്ലോ, അത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജീരകത്തിന് ചേർക്കാൻ ഇഷ്ടമില്ല, അതിൻ്റെ മണം അത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ചേർക്കണം എന്നില്ല കേട്ടോ, അത് സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഈ പൊടികളെല്ലാം ഇപ്പോൾ നന്നായി ഇവിടെ മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ.
ഈ സമയത്ത് നമ്മൾ നേരത്തെ തൈരും അതുപോലെ തക്കാളിയും പച്ചമുളകൊക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ തീ നല്ല കുറച്ച്, തീരെ കുറവിൽ വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തൈര് ഒന്ന് ഉടച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ തൈരിൽ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത്തിരിയും കൂടി ലൂസിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. തീ വളരെ കുറവിൽ വേണം വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ സമയത്ത് ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ തൈര് കറി കേട്ടോ. ഇനി ഈ സമയത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ നോക്കിയപ്പോൾ ഒരല്പം ഉപ്പ് കുറവുണ്ടായിരുന്നേ. അപ്പോൾ ആ ഉപ്പിട്ടിട്ട് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലിപ്പം നമ്മൾ തൈരും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ള കാരണം അത്യാവശ്യം പുളിയുണ്ട്. അപ്പോൾ അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യുക. ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ പഞ്ചസാര ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് നിങ്ങൾ ചേർക്കണമെന്നില്ല. പക്ഷേ ഇത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു രുചി കിട്ടും ഇതിന് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ തൈര് കറിക്കുള്ള പണി. ഒരു 2-3 മിനിറ്റ് എടുക്കുള്ളൂ, അതിൽ കൂടുതൽ എടുക്കില്ല അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഇത്രയും ഈസി ആയിട്ടുള്ള ഈ തൈര് കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സുബൂസ് കിച്ചൺ.